Hello, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. 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 Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, once again, good afternoon, everybody. And first of all, I welcome all of you to this introduction session of our hospital administration classes. I think you are all eagerly waiting for your clarification of many doubts regarding this course, isn't it? Alle? Yes. Yes. Yes, ma'am. Yes, ma'am. So, welcome all. I think you are going to start a new beginning. അല്ലെ, ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ വിഷ് യു ഓൾ സക്സസ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുകയാണ്. And I think you are going to, first of all, നമ്മൾ ഈ പറയുന്ന hospital administration കോഴ്സിനെ കുറിച്ച് you might have heard about this course and its opportunities in different medias through advertisements or from friends. അങ്ങനെയൊക്കെ നമ്മൾ പല വഴിക്കും നമുക്ക് hospital administration എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് നമ്മൾക്ക് അറിവുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നും അതിന്റെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ്, അതിന്റെ എന്താ പറയാ സാധ്യതകള് അബ്രോഡും അതുപോലെ ഇൻസൈഡ് ദ കൺട്രിയും ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പല മീഡിയാസും നമുക്ക് ഒത്തിരി അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ when you invested your money into start a new course in this institution, you may be you have many doubts regarding this. അപ്പൊ ഞങ്ങളെ കുറിച്ചും ഞങ്ങൾ കൊടുക്കുന്ന ഈ കോഴ്സുകളുടെ എന്താ പറയാ ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞങ്ങളൊക്കെ എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യാന്ന് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സാധ്യതകളൊക്കെ ഇന്ന് അറിയാത്ത ആൾക്കാരില്ല. ബിക്കോസ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഇത് ഒരു എന്താ പറയാ 6 months കോഴ്സാണ്. അതിന്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. ആൻഡ് ആഫ്റ്റർ +2 ഇതിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് +2 ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു കോഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരം കാര്യങ്ങൾ അഡ്വർടൈസ്മെന്റിലൂടെ നമ്മൾ അറിഞ്ഞാലും മെനി ഡൗട്ട്സ് മെ നോട്ട് ബി ക്ലിയർഡ്. ഈ പറയുന്ന എന്താ പറയാ അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ എല്ലാവരും വന്നിരിക്കുന്നത് എന്നറിയാം. സോ ബിഫോർ സ്റ്റാർട്ടിങ് മൈ ക്ലാസ്, ലെറ്റ് മീ ജസ്റ്റ് റിമെമ്പർ യു അൺമ്യൂട്ട് യുവർ ഡിവൈസ്. നിങ്ങൾ ഇപ്പൊ മ്യൂട്ട് ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ്. വെരി ഗുഡ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ എല്ലാവരോടും മ്യൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ഒരു 10 minute പോകാറുണ്ട്. പക്ഷെ യു ആർ now I think you are calm and quiet waiting അല്ല, എന്താണ് ഇതൊന്ന് കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോ തന്നെ ഓപ്പൺ ആക്കി. രാഹുൽ പ്രിയ എന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്തിട്ടില്ല. മ്യൂട്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആകും. ഐ തിങ്ക് there are 120 സ്റ്റുഡൻസ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. മ്യൂട്ട് ചെയ്യാൻ പറയുമ്പോ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ യെസ്, താങ്ക് യു. അപ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ ഒത്തിരി സമയമൊക്കെ പോകാറുണ്ട്. പക്ഷെ നിങ്ങൾ അത് ബിഗിനിങ്ങിൽ എന്നത് കീപ്പ് ചെയ്തു എന്നുള്ളതാണ്, അത് അപ്രീഷിയേറ്റബിൾ ആണ്. നിങ്ങളത് ഞാൻ പറഞ്ഞു തീരുന്നിടം വരെ
അൺമ്യൂട്ട് ചെയ്യരുത്. ബിക്കോസ് ഇൻ ബിറ്റ്വീനിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവും. പക്ഷെ ഞാനത് അറിയണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇൻ ബിറ്റ്വീനിൽ അവർക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ലാസ്റ്റ് വരുമ്പോൾ അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡൗട്ട്സ് പിന്നെ പൊങ്ങി വരും. നമുക്ക് ആകെ 1 hour സെഷൻ ആണ്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ദ ക്ലാസ്സസ്. നേരിട്ട് നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്റെ അവർ കഴിഞ്ഞിട്ട് വേണം, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വേണം അടുത്ത ടീച്ചർക്ക് ക്ലാസ്സിൽ കയറാനായിട്ട്. അപ്പൊ ആ സമയം നമുക്ക് എടുക്കേണ്ടി വരും, നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അത് പറ്റില്ല. ഓരോ ടീച്ചേഴ്സും അവർ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് ചെയ്തു തീർക്കാനുള്ളതാണ്. സോ നമുക്ക് അവരുടെ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് എല്ലാവരും ഓർത്തിരിക്കാം, ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുക എന്നാണ് അർത്ഥം അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ടു മാനേജ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ആസ് എ ഹോൾ, whether it is functioning properly, whether its operations are going on well, smoothly, efficiently, whether the staff are working properly, the staffs are given proper training and supporting ഒക്കെ കൊടുക്കുന്നുണ്ടോ. ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എന്താ പറയാ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയാ വിശദമായിട്ട് പഠിക്കും. നമുക്ക് അതിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരു എന്താ പറയാ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, പ്രോപ്പർ ഫംഗ്ഷനിങ് ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയാ ഇപ്പൊ ഡോക്ടേഴ്സിന് അതെല്ലാം അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുള്ളൂ അല്ലെ. അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ബി കൺട്രോൾഡ് ഓൺലി ബൈ ദ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ മാനേജ് ചെയ്യുന്നവർക്ക് മാത്രമേ. പക്ഷെ ആസ് എ ഹോൾ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു സംരംഭം, ആ ഒരു ഓർഗനൈസേഷൻ ഫുള്ളി ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റീവ് ഇൻ സ്മൂത്ത്ലി എഫിഷ്യന്റ്. അത് വളരെ ഭംഗിയായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, അത് ക്യാരി ഓൺ ചെയ്യണം അല്ലെ. അപ്പൊ അവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസസും എന്താ പറയാ മറ്റു തരത്തിലുള്ള ഇന്റർഫിയറൻസുകളും ഒന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇറ്റ് വിൽ ലീഡ് ടു എ സക്സസ്. ആ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സക്സസിലേക്ക് അതിന് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത്തരം ഓപ്പറേഷൻസ് എല്ലാം തന്നെ മാനേജ് ചെയ്യുക ആസ് എ ഹോൾ. മൊത്തത്തിലുള്ള മാനേജ്മെന്റ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്കെഡ്യൂൾ ചെയ്യുക, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുക, ഓപ്പറേഷൻസ് ഒക്കെ ഡിറക്ട് ചെയ്യുക, ആൻഡ് ഓൾസോ ടു ട്രാക്ക് ദ ഇഫക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം. ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അതിന്റെ പിന്നാലെ ഇങ്ങനെ നമ്മളെപ്പോഴും അതിന്റെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഫോൾട്ടുകൾ വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് അത്തരം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. And the persons or the group of people who perform this responsibility, ഇത്തരം ഉത്തരവാദിത്തങ്ങൾ അധികാരത്തോടെ കയ്യിലെടുത്തിരിക്കുന്ന ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അതാണ്. അപ്പൊ ഹോസ്പിറ്റലിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നും, അത് ചെയ്തു വരുന്ന ഒരു ഒറ്റയ്ക്ക് ഒരാൾക്ക് പറ്റില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ ഒരു ഗ്രൂപ്പ് ആളുകൾ ഉണ്ടായിരിക്കും. അവർ എല്ലാവരും കൂടി നമുക്ക് കളക്റ്റീവ്ലി എന്ത് പറയാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കാം. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? ദേ ഹാവ് ടു എൻഷുർ അവരുടെ ഹോസ്പിറ്റൽ ഡേ ടു ഡേ അഫയേഴ്സ്, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് വെൽ, എഫിഷ്യന്റ്ലി വർക്കിംഗ് വെൽ എന്ന് മനസ്സിലാക്കുക. And also the medical staff members are adequately trained and supported. അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളെ എല്ലാം തന്നെ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫ്സിനെ എല്ലാം, ഡോക്ടേഴ്സ് മാത്രമല്ല, നഴ്സസ്, അങ്ങനെ ഒത്തിരി ലെവൽസ് ഓഫ് ജോലിക്കാരുണ്ട്, എംപ്ലോയീസ് ഉണ്ട്. നഴ്സ് തന്നെ ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളുണ്ട്. ഓരോ ലെവലിലുണ്ട്. നഴ്സിന്റെ ഒക്കെ ഓരോ പൊസിഷൻ, സൂപ്രണ്ടന്റ് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, അല്ലെ, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, അസിസ്റ്റന്റ് നഴ്സ് ഉണ്ട്. ഓരോ ലെവൽസിനെയും എല്ലാ രീതിയിലും അവരെല്ലാവർക്കും പ്രോപ്പർ ട്രെയിനിങ്സ് അവൈലബിൾ ആണോ അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ബി സപ്പോർട്ടഡ്. ചില സിറ്റുവേഷൻസിൽ ദേ ഹാവ് ടു ബി ഗിവൺ സപ്പോർട്ട്. അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ടുകൾ ഒക്കെ കൊടുക്കുന്നുണ്ടോ? ആൻഡ് വരുന്നു പോകുന്ന പേഷ്യൻസ് വെദർ ദേ ആർ ട്രീറ്റഡ് വെൽ, വരുന്നു പോകുന്ന പേഷ്യൻസിന് ആവശ്യത്തിന് ട്രീറ്റ്മെന്റും അതുപോലെ നല്ല രീതിയിലുള്ള കെയറിങ്ങും കൊടുക്കുന്നുണ്ടോ? നമുക്ക് കെയറിങ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അല്ലെ. അതായത് വന്നു പോകുന്നു ആ പേഷ്യൻസിന്, അവർക്ക് ആവശ്യമുള്ള കാര്യം മരുന്ന് കൊടുക്കുന്നു, വിടുന്നു. പക്ഷെ നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള
അല്ലെ? നമുക്ക് ഗിവിംഗ് ആൻഡ് റിസീവിംഗ് പേഴ്സൺസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. നമ്മൾ കൊടുക്കുന്ന സർവീസിൽ ദേ ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ്. ആര്? രണ്ടു കൂട്ടരും. ഞാൻ കൊടുക്കുന്ന സേവനത്തിന് എനിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, സ്വീകരിക്കുന്ന ആൾക്ക് അവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഓക്കെ, അപ്പൊ അത്തരം സാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ രണ്ട് ഭാഗത്തും ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ എൻഷുർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ദേ ആർ കോൾഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ ആസ് എ ഹോൾ അവർക്ക് ഈ മൊത്തം മാനേജ്മെന്റ് ആണ് അവരുടെ കയ്യിലിരിക്കുന്നത് എന്നാണ്. ഇനി ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത്രയ്ക്ക് വൈഡായി വന്നു. എന്തുകൊണ്ട്? ബിക്കോസ് അവർ ഹെൽത്ത് കെയർ സിസ്റ്റം, ഹെൽത്ത് ഇഷ്യൂസ്, ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇങ്ങനെ ഏറ്റെടുത്ത് എല്ലാവരും ഇങ്ങനെ കോഴ്സുകളായിട്ട് ഓരോരുത്തർക്കും ഓഫർ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ തന്നെയാണ്. ആസ് ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓൾസോ അവർ ഹെൽത്ത് ഇഷ്യൂസ് ഓൾസോ ഇൻക്രീസ് ഡേ ബൈ ഡേ. ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങളാണ്, ഒരേപോലത്തെ അല്ല. പണ്ടത്തെ എന്താ പറയാ, ട്രഡീഷണൽ ആയിട്ട് നമുക്കുണ്ടായിരുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇന്ന് സ്റ്റൈൽ മാറി. ബിക്കോസ് അവർ lifestyle and also food habits also is different, and also we are all busy. നമ്മൾക്ക് ഭയങ്കര തിരക്കുള്ളവരാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് ഫുഡിനെ മറ്റൊക്കെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി എന്തു പറ്റി? അവർ ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഹെൽത്ത് പ്രോബ്ലംസിന്റെ ഇൻക്രീസ് കൊണ്ട് ഹെൽത്ത് സെന്റേഴ്സ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ഇങ്ങനെ മഷ്റൂം പോലെ തുടങ്ങാൻ തുടങ്ങി, അല്ലെ? കൂണ് പോലെ മുളച്ചു പോകാൻ തുടങ്ങി. ബിക്കോസ് ഇന്ന് ആ ഒരു മേഖല ഇനി ഒരിക്കലും തകർന്നു പോകില്ല, അല്ലെ? അത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം വി ഹാവ് മെനി പ്രോബ്ലംസ്. നമുക്ക് ഒത്തിരി ഡിസീസസ് ഓരോ ദിവസവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു പാർട്ട്, ഒരു ഭാഗമാകാൻ നിങ്ങൾ എല്ലാവരും നിങ്ങൾ എന്താ പറയാ ഇന്റർ ചെയ്യുന്നതിൽ ആഗ്രഹിക്കുന്നുണ്ട്. സോ ദാറ്റ് യു ഹാവ് ചൂസ്ഡ് ദിസ് എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. എനിക്ക് തോന്നുന്നു അതിന്റെ കൂടി ഒരു ആവശ്യം എന്നതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ഭാഗമാണ്. അതായത് ഇപ്പൊ BSc പഠിച്ചവർക്ക്, MSc പഠിച്ചവർക്ക്, നഴ്സിംഗ് പഠിച്ചവർക്ക് ഒക്കെ മാത്രമേ ഹോസ്പിറ്റൽസിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ അങ്ങനെയാണ്. BCom ഒക്കെ എടുത്തവർക്കൊന്നും നമുക്ക് ഹോസ്പിറ്റലിന്റെ അടുത്ത ഭാഗത്തേക്ക് വല്ല സുഖവുമായിട്ടല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കുറവായിരുന്നു. എന്നാൽ nowadays there are many opportunities. ഇപ്പൊ ഒരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ തന്നെ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാനാണ് ഇന്ന് എല്ലാവരും എന്താ പറയാ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് അവിടെ ഒത്തിരി സാധ്യതകളുണ്ട്. ഇന്ന് എന്തും ഒത്തിരി മാർക്ക് കുറവുള്ള, ഇപ്പൊ ഫുൾ A+ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് എന്ത് ചെയ്യും, അവര് സെക്കൻഡ് എന്താ പറയാ അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്, അല്ലെ? കാരണം ഇപ്പൊ 1-2 ഇതൊക്കെ കുറഞ്ഞു പോയി. പിന്നെ സയൻസിനെ പേടി, മാത്സ് ഒക്കെ ഉണ്ട് അതിനകത്ത് പഠിക്കാൻ ഒത്തിരി. അപ്പൊ നമുക്ക് പേടിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, പതുക്കെ നമ്മൾ പതുക്കെ വരികയും അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ബിക്കോസ് അതിനകത്ത് സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, സോ അതിനോട്ട് അതിനൊക്കെ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വല്ല ഹ്യൂമാനിറ്റീസോ വല്ല കൊമേഴ്സോ ഒക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇന്ന് പാരന്റ്സ് കൂടുതലും കുട്ടികളെ പുഷ് ചെയ്യുന്നത് എന്ത് കുഴപ്പമില്ല, മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, സയൻസ് എടുക്കൂ. ബിക്കോസ് അതിൽ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ഇതിലേക്കൊക്കെ പോകാം. കാരണം അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ എന്തെങ്കിലും ഇന്ന് അവിടേക്കാണ് കൂടുതൽ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അല്ലെ? പക്ഷെ അതിലേക്കാൾ ഉപരി ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് സയൻസ് ഗ്രൂപ്പ് തന്നെ എടുത്ത് പഠിക്കണമെന്നും നിർബന്ധമില്ല. യു മസ്റ്റ് ഹാവ് ഓൺലി എ +2 ലെവൽ ക്വാളിഫിക്കേഷൻ. +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ, ഇനി ഇത് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ചെയ്യുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സ് കൊണ്ട്? യു ക്യാൻ ബിക്കം എ സ്കിൽഡ് പ്രൊഫഷണൽസ്. നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ട് തീരാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ യു ക്യാൻ ഇൻക്രീസ് യുവർ ഗ്രോത്ത്. നിങ്ങളുടെ എന്താ പറയാ വളർച്ച, നമ്മളുടെ വളർച്ച ഏതിനോടൊപ്പം, ഹെൽത്ത് കെയർ സിസ്റ്റത്തിനോടൊപ്പം അല്ലെങ്കിൽ ഇത്തരം ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഭാഗമായി നിന്നുകൊണ്ട് യു ക്യാൻ ഓൾസോ ഇൻക്രീസ് അവർ ഓൺ പേഴ്സണൽ ഡെവലപ്മെന്റ്. നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടൊരു വളർച്ചയ്ക്കും കൂടി സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇത് എന്താ പറയാ ഗീവ്സ് മെനി ഓപ്പർച്യൂണിറ്റീസ്. ഹോസ്പിറ്റൽസിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പറയുന്നുണ്ട് എവിടേക്കാണ് നിങ്ങൾക്ക് ഇതിന്റെ സാധ്യതകൾ ഉള്ളതെന്ന്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ഓൺലി ഇൻ ഹോസ്പിറ്റൽസ്. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഇതുപോലെ എന്താ പറയാ അല്ലാതെയും പല മേഖലകളിലും നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഡോറാണ്. ആൻഡ് ഓൾസോ it is a most advantageous ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, you can add on your education through studying this hospital administration course or this type of health care courses. ഇതുപോലുള്ള ഹെൽത്ത് കെയർ കോഴ്സസ് ഒക്കെ ഒത്തിരി ഉണ്ട് വേറെയൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് കൂടി പഠിക്കുന്നതുകൊണ്ട് നമ്മളുടെ എഡ്യൂക്കേഷന്റെ കൂടെ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഒരു
കാര്യം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. അതായത് നമ്മൾ പഠിക്കുന്നത് എന്തിനാ? അപ്പൊ നമ്മൾ വിചാരിക്കും പഠിക്കുന്നത് എന്തിനാ? ജോലി കിട്ടാനാണ് അല്ലെ? അതാണ് ഉത്തരം വരിക. പക്ഷെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ എയിം ആയിരിക്കേണ്ടത്. യു ടേക്ക് എ കോഴ്സ്, നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം നോട്ട് ഓൺലി, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജോലി കിട്ടുക തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം അതിന്റെ കൂടെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മളുടെ ഒരു അറിവ് അല്ലെ, നമ്മളുടെ ഒരു അറിവ് വർദ്ധിപ്പിക്കുക, നമുക്ക് ആ ഒരു മേഖല കൂടി മനസ്സിലാക്കുക, നമ്മൾക്ക് താഴെയുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നവർക്ക് അത് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുക, അതുകൂടിയാണ് നമ്മളുടെ ബുദ്ധി അറിവൊക്കെ വർദ്ധിപ്പിക്കുക എന്നതുകൂടി ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. നോക്കുക, ഈ ഒരു കോഴ്സ് പഠിക്കുന്നു, നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നതോടൊപ്പം എന്താ പറയാ, ഈ പഠിച്ചിറങ്ങുന്ന എത്ര കോഴ്സുകളാണ് ഈ നാടുകളിൽ നടക്കുന്നത്. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ പോയി കണ്ടെത്തി നമ്മളത് പഠിക്കാൻ ചേർത്തിട്ടു. ഒത്തിരി കോഴ്സുകളുണ്ട്. ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സ് ആകാൻ പഠിക്കുന്ന MBBS എടുക്കുന്ന ആളുകളുണ്ട്. ഹന്ന ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യല്ലേ പ്ലീസ്. ഇപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ആഫ്റ്റർ മൈ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാനുള്ള കാര്യം കൂടെ ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അത് ലാസ്റ്റ് സമയം തരാം, അല്ലെങ്കിൽ നമ്മൾ തീരില്ല. ഓക്കെ, അപ്പൊ അത്തരം ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട് ഇന്ന്. നമ്മൾ പണ്ട് ഒക്കെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ട് ഇപ്പൊ എന്താ പറയാ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠിച്ചു. പ്രീ ഡിഗ്രിയിൽ നമുക്ക് മാർക്കൊന്നും അധികമില്ല, അതുകൊണ്ട് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു. അത് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പോകുന്നത് എന്താ പറയാ BA, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ BA അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ BCom. അങ്ങനെ ഒരു വര ഇങ്ങനെ നമ്മളിങ്ങനെ വെട്ടി ഇട്ടിട്ടുണ്ട്, ഒരു വഴി, ഒരു പാത്ത് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടി നമ്മളിങ്ങനെ പതുക്കെ ഓരോന്ന് അങ്ങനെ ഇറങ്ങിയിരിക്കും. അതായിരുന്നു ആ വഴി. പക്ഷെ ഇന്ന് കുട്ടികൾ ആ വഴി വെച്ച് കഴിഞ്ഞാൽ ആ വഴി കൂടി പോകില്ല, അവരങ്ങനെ വഴി വിട്ട് സഞ്ചരിക്കും. ബിക്കോസ് ദേ നോ അബൌട്ട് ദ മെനി ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഇന്ന് അവർക്ക് അവരുടെ കയ്യിൽ, അവരുടെ വിരൽ തുമ്പിൽ തന്നെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവർക്ക് അവരുടെ ഡിവൈസിൽ കിട്ടും. സോ ദാറ്റ് അവർ അതിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തും. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം, എല്ലാവരും ഒരേപോലെ എല്ലാ ഒരാളെയും ആടിനെ പോലെ ഇപ്പൊ ഒരു കോഴ്സ് എടുക്കാൻ ഞാൻ പോണു, അവൾ അതിനാ പോണെ, ഞാനും അതിന് പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ഒരു രീതി. അത് കൂടാതെ മാറി ചിന്തിക്കണം അല്ലെ, ചിന്ത മാറിപ്പോണം. അപ്പൊ ഞാൻ ഇന്നതിനാ പോണെ, എനിക്ക് അതിലാണ് താല്പര്യം. അവർക്കത് എടുത്ത് അവർ ധൈര്യത്തോടെ ആ കറേജ് എടുത്ത് അവരതിന് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റണം. അതുപോലെ തന്നെയാണ് അപ്പൊ നമ്മളിത് പഠിക്കുന്നത് നമ്മളുടെ അറിവ് വർധനത്തിന് കൂടിയാണ്. എല്ലാവരും ഈ പറയുന്ന പോലെ എന്ത് കോഴ്സ് പഠിച്ചാലും ആ കോഴ്സ് കഴിഞ്ഞ അപ്പം തന്നെ അവർക്കൊന്നും എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഇല്ല, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് എവിടേക്കോ ഏതൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് വേണ്ടി വേക്കൻസീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്, നമ്മളത് കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മളെ പിടിച്ച് അങ്ങോട്ട് വലിച്ചു കയറ്റാനായിട്ട് ആരും പുറത്തു നിൽക്കുന്നില്ല. നമ്മളുടെ കഴിവുകൾ കൂടിയുണ്ട് അതിനകത്ത്, നമ്മുടെ സ്മാർട്ട്നെസ്, നമ്മുടെ സ്കിൽ, നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാനുള്ള കഴിവുകൾ, അത് നമ്മളുടെ നേച്ചറിൽ നിന്ന് അതൊക്കെ അണ്ടർസ്റ്റാൻഡ് അല്ലെ. നമ്മൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ദേ ക്യാൻ പെർഫോം വെൽ. അവർക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ആ വ്യക്തിയുടെ മൂവ്മെന്റിൽ നിന്ന്, അവരുടെ സംസാരത്തിൽ നിന്ന്, അവരുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവരുടെ അപ്രോച്ചിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അറ്റ് ദാറ്റ് ടൈം ദേ വിൽ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി. അങ്ങനെയുള്ളവർക്ക് അവിടെ അവസരമുണ്ട്. അല്ലാത്തവരെന്താ ഒത്തിരി ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെ അട്ടി വെച്ച് നമ്മൾ ഈ ഫയലുകളിലാക്കി കയറി നടക്കൽ മാത്രമേ വെച്ചോണ്ടാവുള്ളൂ. നമ്മുടെ സ്മാർട്ട്നെസ് ഒരു വലിയ ഘടകം തന്നെയാണ്. എത്ര എനർജി നമുക്ക് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? വി ക്യാൻ ഗെറ്റ് ഇറ്റ്. നമുക്കത് ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു കോഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ എമൗണ്ടിലും നിങ്ങൾക്ക് അതിനേക്കാൾ ഡബിൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരിക്കലും അത് വെറുതെയല്ല, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും പാഴാകുകയില്ല. അത് നിങ്ങൾ വെൽത്ത് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇട്ടിരിക്കുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസും അത്രയും നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഐ തിങ്ക് യു ആർ ഇൻ ദ 7th ബാച്ച്. ഞങ്ങളുടെ 7th ബാച്ച് ആണെങ്കിലും അതിനകത്ത് 7th തന്നെ ABCD എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഐ തിങ്ക് അപ്പൊ ഇത്രയും ബാച്ചസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സന്ധ്യ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്?
ഓക്കെ. അപ്പൊ അത്തരം ഇത്രയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും നാളുകളായിട്ട്. അപ്പോ നമുക്ക് നിങ്ങൾക്ക് മാക്സിമം ഞങ്ങളത് തന്നിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിന്റെ ഒപ്പം തന്നെ എനിക്ക് പറയുന്നത്. ക്ലാസ്സസിനെ കുറിച്ച് യു ഡോണ്ട് ഡൗട്ട്, ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. എന്ത് ക്ലാരിഫിക്കേഷനും എന്താ പറയാ നിങ്ങൾക്ക് ഡൗട്ട്സിനും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുള്ളൂ. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഈസ് എ റൈറ്റ് ചോയ്സ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അതൊരു നല്ല ചോയ്സ് ആണെന്ന് ഓർക്കുക. ആൻഡ് ഇറ്റ്സ് ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു +2 ലെവലാണ്. സോ വെൻ യു ബിക്കം എ ട്രെയിനി, അതിന്റെ ഒരു ട്രെയിനി ആയിട്ടൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കുറെ നാളുകളൊക്കെ ഇതിന്റെ ഹയർ സ്റ്റഡീസിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതിനൊക്കെ ശേഷമൊക്കെ നിങ്ങൾക്ക് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ, ഒരു നല്ല ഒരു പ്രൊഫഷണൽ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ സ്കോപ്പ്. ഇതിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സ്കോപ്പ് എന്താണ്? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആസ് ദ പോപ്പുലേഷൻ ഇൻക്രീസസ്, നമ്മളുടെ പോപ്പുലേഷന്റെ ഈ മാതിരിയുള്ള വർധന, വി ആർ ദ ഫസ്റ്റ് പൊസിഷൻ, അതറിയാലോ അല്ലെ, വേൾഡിലെ തന്നെ 1ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദ നമ്പർ ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് and health care problems are also increasing day by day എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. മിനിറ്റ് ബൈ മിനിറ്റ് തന്നെ പറയാം അല്ലെ. ഓരോ മിനിറ്റുകൾക്കും നമുക്കറിയാം ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഈ പറയുന്ന രോഗികളുടെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആർ ഓപ്പണിംഗ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം പുതിയ അവസരങ്ങൾ ഈ ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ സ്കോപ്പ്. അപ്പൊ വലിയൊരു ഇതുണ്ട്, സ്കോപ്പ് ഉണ്ട് നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാട്ട് ആർ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ അല്ലാതെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽസിൽ തന്നെ മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് പോയാൽ ജോലി കിട്ടുമെന്നാണോ? അല്ല എന്നാണ് ആൻസർ. Now you will get opportunities in clinical departments ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസില് ഓക്കെ അവിടെയുണ്ട്, പിന്നെ ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിലുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസില്. ഇവിടെയൊക്കെ നമ്മളുടെ ഒരു എന്താ പറയാ സ്മാർട്ട്നെസ്, നമ്മുടെ എനർജി, നമ്മളുടെ വില്ലിംഗ്നെസ് ടു ഡു എനി ജോബ്, അതായത് നമുക്ക് എന്തും ചെയ്യാൻ നല്ല ക്രിയാത്മകമായിട്ട് ആക്റ്റീവായിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്ന ആ കഴിവുകൾ എവിടെയൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുമോ നമ്മുടെ ഈ ഒരു കോഴ്സ് വെച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസിലുണ്ട്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലുണ്ട്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലുണ്ട്, പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലുണ്ട് അല്ലെ. ഇപ്പൊ എന്താ പറയാ നമ്മളുടെ പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലൊക്കെ ഒത്തിരി ഇപ്പൊ പ്രായമൊക്കെ ചെന്നവരൊക്കെ നഴ്സിംഗ് ഹോമിലൊക്കെ ശുശ്രൂഷിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അവിടെയും അതൊക്കെ ഇപ്പൊ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ഓർഗനൈസേഷൻ പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഈ മാനേജ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം പ്രോബ്ലംസിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ്. ഓക്കെ. അപ്പൊ അതൊരു നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, നോട്ട് ഓൺലി ഇൻ ദ ഹോസ്പിറ്റൽസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് ഹോസ്പിറ്റൽസിൽ മാത്രം പോയി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. അപ്പൊ ഇത്തരം സെന്റേഴ്സിലൊക്കെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പേടിക്കേണ്ട, നിങ്ങളൊരു എന്താ പറയാ നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സ് 6 months കോഴ്സ് ആണെങ്കിലും ഞങ്ങൾ ഏകദേശം ഒരു എന്താ പറയാ നിങ്ങൾക്ക് പരമാവധി ഞങ്ങളിൽ നിന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി നിങ്ങൾ പറയും. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. ഓരോരുത്തർക്കും അറിയാം, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിനേക്കാൾ ട്രിപ്പിൾ ടൈംസ് ഐ തിങ്ക് അതിനേക്കാൾ ഉപരിയുള്ള ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ വിത്ത് സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം മറക്കണ്ട. ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ എന്താ പറയാ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ എന്താണ് സാലറിയെ സംബന്ധിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കോഴ്സാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെയാണ് ഈ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ 10,000 to 20,000 ആണ് പെർ മന്ത്. ഓക്കെ, 10,000 to 20,000 ഏകദേശം ഇൻ ബിറ്റ്വീൻ ആണ്. 10,000 മുതൽ 20,000 രൂപ വരെ പെർ മന്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇൻ ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് സർവീസസിലാണെങ്കിൽ ഗവൺമെന്റുകൾ ഓഫർ ചെയ്യുന്നത് ഇതിന് എന്താ പറയാ ഏകദേശം ഒരു 30,000 to 40,000 ഒക്കെയാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ. ഓക്കെ,
അത് അവരുടെ രീതിക്ക് അനുസരിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അത് മ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഹലോ ഹലോ, അൺമ്യൂട്ട് ചെയ്യോ? സോറി, അൺമ്യൂട്ട് ചെയ്യോ? മനു ഓക്കെ ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോ എന്താ പറയാ കോഴ്സസ് ഇങ്ങനെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോ നമ്മളുടെ ഇൻകം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇൻകം ഏണിങ്ങിന് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമാകരുത് നമ്മുടെ ചിന്ത. നമ്മളുടെ ഒരു വിദ്യാഭ്യാസം, ഒരു കാര്യം കൂടി ഒരു ആഡ് ഓൺ ചെയ്യാൻ, നമ്മുടെ എഡ്യൂക്കേഷന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ മാക്സിമം നമ്മളുടെ എഫേർട്ട് കൊണ്ട്, നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മളുടെ എഫേർട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മളുടെ ജോലിയും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ഒത്തിരി ഫെസിലിറ്റീസ് പലതരത്തിലുള്ള മേഖലകളിൽ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. അല്ലാതെ ഹോസ്പിറ്റൽസിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് തന്നെയാണ് അതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ പാർട്ടാകാനായിട്ട്, അതിന്റെ ഒരു ഭാഗമാകാനായിട്ടും മാത്രമല്ല യു ഗെറ്റ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങളും ഇതിനകത്ത് കിട്ടാനുള്ള സാധ്യതകളും എന്താ പറയാ ഉണ്ട് എന്നുള്ളതാണ്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാം എന്നുള്ളതും ഹോസ്പിറ്റലിന്റെ ഭാഗമാകാം എന്നുള്ളതും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഇൻഷുറൻസ് കമ്പനീസിലൊക്കെ ഉണ്ട് ഇതിന്റെ അവൈലബിലിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഭാഗമാകാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി, പ്രത്യേകത ഈ കോഴ്സിന്റെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്താണ് അതിന്റെ എയിം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്തരം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് അത് എയിം ചെയ്യുന്നത് എന്താണ്? എയിം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് എൻഷുവേഴ്സ് ദ ഹോസ്പിറ്റൽസ് വിച്ച് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ക്വാളിറ്റി. അതായത് കൊടുക്കുന്ന സേവനങ്ങൾ പേഷ്യൻസിന്, അതുപോലെ തന്നെ അവിടെ വരുന്നത് പേഷ്യൻസ് മാത്രമല്ല ഹോസ്പിറ്റൽസിൽ വരിക അല്ലെ, പിന്നെ ആര് വരും? പേഷ്യൻസിന്റെ കൂടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഒക്കെ, പേഷ്യൻസ് ആണെങ്കിലും കിടക്കുന്നവരാണെങ്കിലും അവരെ കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ദേ ആർ പ്രൊവൈഡിങ് ഓർ ഫെസിലിറ്റേറ്റിംഗ് ക്വാളിറ്റി സർവീസസ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട എയിം. ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനേജ് ചെയ്യുക, വെറുതെ ഇങ്ങനെ മാനേജ് ചെയ്ത് നടന്നാൽ പോരാ അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ മാനേജ് ചെയ്യുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യപ്പെടേണ്ടത് ഏതാണെന്ന് അറിയാമോ? പേഷ്യൻസ്. വെദർ പേഷ്യൻസ് ആർ ഗെറ്റിംഗ് ഗുഡ് ക്വാളിറ്റി സർവീസസ്, അവർക്ക് കിട്ടുന്ന സേവനങ്ങൾ നല്ല രീതിയിലാണോ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നമുക്ക് മരുന്ന് വാങ്ങിച്ചു പോകുന്നു, അത് ചിലപ്പോ ചില എന്താ പറയാ നഴ്സുമാരുടെ കയ്യിലൊക്കെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു സർവീസ് ആയിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല അവരുടെ ആ ഒരു പ്രവർത്തനത്തില്. ഇന്നൊക്കെ പല ഹോസ്പിറ്റൽസിലും ഇത്തരം നമ്മൾ അവരുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ അവർക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ പുറത്തേക്ക് പോരുന്ന എക്സിക്യൂട്ടീവ് സ്ഥലത്തൊക്കെ ഒരു നോട്ട്ബുക്ക് പോലെ വെച്ചിട്ടുണ്ടാകും, നമുക്ക് നമ്മുടെ കമന്റ്സ് അവിടെ റെക്കോർഡ് ചെയ്യാം. സോ ദാറ്റ് എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദേ ക്യാൻ വെരിഫൈ ഓർ അസസ് ദീസ് ഫീഡ്ബാക്സ്. അവരത് നോക്കി എന്ത് ചെയ്യും, അതിന്റെ ഫീഡ്ബാക്ക് എടുക്കും. ആൻഡ് വട്ട് എവർ ഡ്രോബാക്സ് ദേ ഹാവ് ദേ ക്യാൻ റിമൂവ് ഇറ്റ്. അവർക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രോബാക്സ് ഇപ്പൊ അവരുടെ ഇന്ന ഒരു ഭാഗത്ത്, എല്ലായിടത്തും അല്ല, ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോശമായ ഒരു അനുഭവമാണ് ഉണ്ടായ, എക്സ്പീരിയൻസ് ആണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായത്, അപ്പൊ അവരത് പ്രത്യേകം നോട്ട് ചെയ്യും. നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ പാഴാകില്ല. അപ്പൊ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ നമ്മളത് വ്യക്തമായിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, വെരി ഗുഡ് ആണെങ്കിൽ വെരി ഗുഡ് കൊടുക്കാം, നോട്ട് ബാഡ് അത്ര പറയാ അത്രയധികം ഇതൊന്നുമില്ല, സാറ്റിസ്ഫാക്ടറി ഉറപ്പില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പല കമന്റുകൾ നമുക്കുണ്ടാകും. അത് നമ്മൾ അവിടെ രേഖപ്പെടുത്താം. അപ്പൊ അത് ഏത് രീതിയിലാണെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് സം തിങ്സ് ക്യാൻ ബി, ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെ. അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊക്കെ പോരായ്മകളൊക്കെ തിരുത്തി പുതിയ രീതിയിലേക്ക് ആക്കി
അത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇൻഫോർമേഷൻസ് ഇത്തരം ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ക്യാൻ മാനേജ് ഇറ്റ് പ്രോപ്പർലി. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. എവിടെയാണ് നമുക്ക് ഫോൾട്ട് വന്നത്, ആ ഫോൾട്ട് ഹൗ ക്യാൻ ബി റിമൂവ് ചെയ്ത് അതിനെ എങ്ങനെ നമുക്ക് ദൂരീകരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള മെഷേഴ്സ് ഒക്കെ എടുക്കും. ആൻഡ് അങ്ങനെ മെഷേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എടുത്ത് ദേ ക്യാൻ ഓപ്പറേറ്റ് ആസ് വെൽ. അതിനേക്കാളും മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ദ ഗ്രേറ്റ് സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്. അങ്ങനെ ഒരു വൻ വിജയത്തിലേക്ക് ആ സംരംഭത്തെ കൊണ്ടെത്തിക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റും. അപ്പൊ അതാണ് ഉറപ്പ് കൊടുക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഉറപ്പ് കൊടുക്കുന്നതാണ്. ഇറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് ഫെസിലിറ്റേറ്റിംഗ് ഗുഡ് ക്വാളിറ്റി സർവീസസ് ടു ദ പേഷ്യൻസ്. ആൻഡ് ഹൗ, എങ്ങനെയുള്ള ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെ, ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വേയിലായിരിക്കണം. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ എന്താ പറയാ കുത്തിപിടിച്ച് പിഴിഞ്ഞ് അവരുടെ കാശ് മേടിച്ചിട്ടുള്ള സർവീസസ് അല്ല, ഒരു പരമാവധി ചെലവ് ചെറുക്കുന്ന രീതിയിൽ, അതായത് ഭയങ്കര ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെ ആണ് എന്ത് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആളുകളുടെ ഇടയിൽ എന്തുണ്ടാവുള്ളൂ, ഈ പറയുന്ന ഹോസ്പിറ്റൽ സിസ്റ്റത്തെ കുറിച്ചും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചും ആളുകളുടെ ഇടയിൽ ഒരു ആളുകളുടെ ഇടയിൽ അവർക്ക് ഒരു ഗുഡ് വിൽ എന്ന രീതിയിൽ അവർക്ക് കാത്തു സൂക്ഷിക്കാനുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ, കാര്യമൊക്കെ ശരിയാ, സർവീസ് ഒക്കെ ഓക്കെ, പക്ഷെ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി, വെരി എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞാലോ ഭയങ്കര കാശാണ്, അങ്ങോട്ട് പോകാൻ പറ്റിയ ആ വഴിക്ക് പോകണ്ട എന്നൊക്കെ നമുക്ക് തോന്നും പിന്നീട്. അപ്പൊ അത്തരം കാര്യങ്ങളെ പരമാവധി എന്താ പറയാ സിംപ്ലിഫൈ ചെയ്യുക, അതുപോലെ കോസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക, മാക്സിമം സർവീസ് അതും ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ഇത്തരം ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ സ്റ്റെപ്സ് എടുത്തു വെക്കുമ്പോൾ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് നമ്മളുടെ ചൂസിങ് അല്ലെങ്കിൽ നമ്മളുടെ ചോയ്സ് എന്ന് പറയുന്നത് അത്രയും അങ്ങോട്ടും മോശമല്ല. നിങ്ങളുടെ റൈറ്റ് ചോയ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് അതൊരു നല്ല വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടും പറ്റുമായിരിക്കും. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളും ഞങ്ങളും ഒരുമിച്ചായിരിക്കും എടുക്കാം. സോ ദാറ്റ് നോ ഡൗട്ട് നിങ്ങളുടെ ആ ഒരു ഇത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അപ്പൊ ആ ഇതിന് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അതൊന്നും എന്താ പറയാ പാഴാക്കാതെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ഐഡിയ കുറച്ചും കൂടിയൊക്കെ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചും നമ്മൾ അതിന്റെ ഒരു ഭാഗമാകാൻ എന്തുകൊണ്ട് ഇങ്ങനെ തുനിഞ്ഞിറങ്ങുന്നതിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഐഡിയകൾ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളെങ്കിലൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് യു മേ ഹാവ് കുറച്ചുകൂടി നമ്മളുടെ ആ ഒരു എന്താ പറയാ ഇത് നമ്മളുടെ ഒരു വർദ്ധിച്ചിട്ടുണ്ടാകും. നമുക്ക് ചില ഉണ്ടായിരുന്ന കുറെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് വേണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലല്ലേ. അപ്പൊ നമ്മൾ ഒരിക്കലും ഒന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് സെൻസ്. അതായത് നമ്മൾ എന്ത് കാണുമ്പോഴും നമ്മൾക്ക് ഒരു നെഗറ്റീവ് വശം ഉണ്ട് അതിന്. ചിലർ എപ്പോഴും ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് എന്ത് കേട്ടാലും അതിനപ്പൊ തന്നെ നെഗറ്റീവ് അടിക്കും അല്ലെ. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഇതൊരു കോഴ്സാണ്. നമ്മൾക്ക് കിട്ടുന്ന നോളജ് ഇറ്റ്സ് ആൻ അസെറ്റ്. അതൊരു എന്താ പറയാ വലിയൊരു എന്താ പറയാ അസെറ്റാണ്. ഒരിക്കലും നമ്മളിൽ നിന്ന് ആർക്കും അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. വട്ട് എവർ വി ഏൺ ഡ്യൂ ഇൻ അവർ ഡ്യൂ ലൈഫ്, നമ്മുടെ ഒരു ആ കോഴ്സിൽ നമ്മുടെ ലൈഫിന്റെ ആ ഒരു കോഴ്സിൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കുറെ കഴിയുന്നത് വരെ അവർ ഡെത്ത് മരണം വരെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു എന്താ പറയാ ഒരു കാര്യം, അതായത് നമ്മൾ ഈ ഇതൊക്കെ നമുക്ക് നേടുന്നതൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് പോകുന്നുണ്ട്, നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേടുന്ന പലതും നമുക്ക് ഇടയ്ക്ക് വെച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് നമ്മളിൽ നിന്നും ഡിസപ്പിയർ ആവുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെയും നമ്മളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ നേടുന്ന അറിവ് അത് നമ്മളിൽ നിന്ന് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ഗുഡ് ആയിട്ടുള്ള ഒരു നല്ല ഒരു നോളജ് സ്വീകരിക്കാൻ പറ്റിയ ഒരു കോഴ്സ് കൂടിയാണ്. ഇപ്പൊ നമ്മൾ അറിയണ്ടേ കുറെ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്നും നമ്മളൊരു സ്റ്റുഡന്റ് ആയിരിക്കുക, എപ്പോഴും നമ്മളൊരു സ്റ്റുഡന്റ് ആയിരിക്കുക. എങ്ങനെ ഞാൻ എന്ത് പഠിക്കാതെ ഈ കാലത്ത് എന്നൊക്കെ. അപ്പൊ സ്റ്റുഡന്റ് ആയിരിക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്തോരം അറിവുകൾ കിട്ടുന്നത് ചുറ്റുമുള്ളവരിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ. നമുക്ക് നമ്മുടെ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന അറിവുകളുണ്ട്, നമ്മളെക്കാൾ എൽഡേഴ്സിൽ നിന്ന് കിട്ടുന്നവരുണ്ട്, കുട്ടികളിൽ നിന്നും ചിലപ്പോഴൊക്കെ നമുക്ക് അറിവുകൾ കിട്ടും. അവര് നമുക്കറിയില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യില്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ മൊബൈൽ ഫോണുകളെ കുറിച്ച് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിന് ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ആരെയെല്ലാം കൊണ്ടു കൊടുക്കാം, കുട്ടികളെ പറയുന്നതൊന്ന് ശരിയാക്കി എന്നൊക്കെ അവരെല്ലാം കൊണ്ടു കൊടുക്കാം. അവർക്ക് അതിനെ കുറിച്ച് നമ്മളെക്കാൾ അറിവുള്ളത്. കാരണം അവര് ജനിച്ചു വന്നപ്പോഴേ തുടങ്ങി അവരിത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർ അതിൽ എക്സ്പേർട്ടായി.
നമ്മൾ പറയും നമ്മളവിടെ വലിയ എക്സ്പെർട്ട്, നിങ്ങൾക്ക് ഭയങ്കര അനുഭവ സമ്പത്താണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, ഇത്ര ഓണം കൂടുതൽ ഉണ്ടായില്ലേ എന്നൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ഇനി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് അവര് ജനിച്ചപ്പോഴേ മുതൽ ഈ ഒരു ഡിവൈസ് ഒക്കെ കണ്ടു തുടങ്ങിയതാണ്. നമ്മളാണെങ്കിലോ നമ്മൾ ഹാഫ് വേ പിന്നിട്ടപ്പോഴാണ് നമ്മളൊക്കെ ഇതൊക്കെ കണ്ടുവരാം, നമ്മളിപ്പോ ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പൊ അവർക്ക് അത് അറിയാം എങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുപോലെ ഓരോ അറിവും നമ്മൾ നേടുന്നത് ഒന്നും മോശമല്ല. അത് ഇറ്റ് വിൽ ആഡ് അവർ ക്വാളിറ്റി ആൻഡ് ഓൾസോ ഇറ്റ്സ് ആൻ അസറ്റ് ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്, ഇതുപോലുള്ള അറിവുകളാണ്. ഡിഫറെന്റ് കാര്യത്തിൽ ഇങ്ങനെ കൈവയ്ക്കണം, എല്ലാവർക്കും ഇങ്ങനെ കൈവച്ച് എല്ലാവർക്കും നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ ആങ്സൈറ്റി ആങ്ഷ്യസ് ആയിരിക്കണം എപ്പോഴും നമ്മൾ. അപ്പൊ അത്തരം ഒരു കാര്യങ്ങളിലേക്ക് വേണ്ടി അതുപോലെയും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നൗ അപ്പോൾ നമ്മുടെ കോഴ്സുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങളുടെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ആ കോഴ്സിനെ സംബന്ധിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. Those who are watching the recorded class, you just see full classes. ആ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ മുഴുവൻ കാര്യങ്ങൾ കേൾക്കുക. ആൻഡ് ചില ആൾക്കാർ ഇങ്ങനെ സ്കിപ്പ് ചെയ്തൊക്കെ കേൾക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് തുടങ്ങുന്ന ക്ലാസിന്റെ ഇടയിൽ നിന്നിട്ട് ടീച്ചറെ അതെന്താണ്, മിസ്സേ അതെന്താണ്, ഓരോ ടീച്ചേഴ്സിനോട് വന്നിങ്ങനെ ഓരോ ഡൗട്ട്സ് ചോദിക്കും. ദാറ്റ് മീൻസ് അവർക്ക് ആ വരുന്ന ടീച്ചേഴ്സിനോട് ഞാൻ കമ്പൽസറി പറയുന്നത്, നിങ്ങൾ ഒരു മറുപടി നിങ്ങളുടെ ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന ഡൗട്ട് അല്ലാതെ കൊടുക്കണ്ട. ബിക്കോസ് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇനിയും നമ്മൾ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം അത് എന്റെ മുഖത്ത് എന്നെ കണ്ടാൽ മാത്രം നിങ്ങൾ അത് ചോദിച്ചാൽ മതി. അല്ലാതെ എല്ലാ ടീച്ചേഴ്സിനോടും ചോദിക്കരുത്. ബിക്കോസ് അതിനോട് റിപ്ലൈ ചിലപ്പോൾ അവർക്ക് തരാൻ പറ്റിയില്ല. ഒരാൾ പറയുന്ന റിപ്ലൈ ആയിരിക്കും മറ്റൊരാൾ. അപ്പൊ സൊല്യൂഷൻസ് ഡിഫറെന്റ് ആകും. ആൻഡ് യു വിൽ നോട്ട് ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ശരിയായിട്ട് ഉത്തരം കിട്ടാനായിട്ട് ഒരാളെ സമർപ്പിക്കുക. അതിൽ മുഖം ഓർത്ത് വെച്ചില്ല, ഞാൻ തന്നെയായിരിക്കും. ഓക്കെ, പറഞ്ഞ പോലെ ഞാൻ പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്റെ പേര് പറഞ്ഞോ? പറഞ്ഞില്ല. ഒരാവേശത്തിൽ അങ്ങനെ ക്ലാസ്സിലേക്ക് ആയിപ്പോയി. സോ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തൊക്കെ പറയട്ടെ. മിസ് നിഷ എന്നാണ് എന്റെ പേര്. എന്റെ വീട് നോർത്ത് പറവൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നോർത്ത് പറവൂർ എന്നൊക്കെ കേൾക്കാത്തവരൊന്നും അധികം ഉണ്ടാവില്ല അല്ലെ. ഇവിടെ നിയറസ്റ്റ് സ്ഥലങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ നോർത്ത് പറവൂരിന് അടുത്ത പ്രദേശങ്ങളിലുള്ള ആരെങ്കിലും ഇപ്പൊ ലൈവ് ക്ലാസ്സിൽ വരുന്നുണ്ടോ? ഇപ്പോ അറ്റ് പ്രസന്റ് ഉണ്ടോ? ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരാ? ശ്രീജിത്ത് നമുക്ക് എവിടെന്നാ? ശ്രീജിത്ത് എവിടെന്നാണ്? ചെറായി. ഓക്കെ, ചെറായി എന്നാണ്. ശ്രീജിത്ത് എന്ത് ചെയ്യുന്നു? ഓക്കെ, ശരി. നോർത്ത് പറവൂർ അറിയാം. പ്രിൻസി ജോർജ്. ഓക്കെ, നമ്മളെ കുറിച്ച് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. ഏകദേശം കേൾക്കാത്തവരൊക്കെ കേട്ടത് 2018 ഫ്ലഡിലായിരിക്കാം. കൂടുതലും എടുത്തു പറഞ്ഞ മീഡിയാസിലൊക്കെ വാർത്തകളായിട്ടൊക്കെ വന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടേത്, നോർത്ത് പറവൂർ. ഓക്കെ, പുനമാവ് ഇവിടെ അടുത്താണ്. അപ്പൊ എപ്പോഴും എന്താ പറയാ, അന്നൊക്കെ ഏറ്റവും കൂടുതൽ കളിച്ചത് ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേരുകൾ പറഞ്ഞിട്ടാണ്. മൊത്തത്തിൽ മുങ്ങിപ്പോയ ആൾക്കാരാണ് ഞങ്ങള്. അതിൽ നിന്നും ഞങ്ങള് എന്താ പറയാ എസ്കേപ്പ് ചെയ്ത് ഇവിടെ വരേക്ക് എത്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിക്കുന്ന കാര്യങ്ങളൊക്കെ. നൗ ഇനി ക്ലാസ്സിനെ കുറിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞ. എനി ഡൗട്ട്സ് വിത്ത് നോട്ട് റിഗാർഡിംഗ് ടു യുവർ ടോപ്പിക്സ്, നിങ്ങളുടെ ടോപ്പിക്കിനെ സംബന്ധിക്കുന്നതല്ല, അല്ലാതെ അതിന്റെ എബവ് ആയിട്ടുള്ള ഇപ്പൊ ക്ലാസ്സുകളുടെ നോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ വേറെ സ്ഥലത്തിൽ നിന്നൊക്കെയാണ് ഈ 10, 100, 200, 300 ഒക്കെ പിള്ളേര് ക്ലാസ്സിൽ കയറുമ്പേ 300 ചോദ്യവുമായിട്ടൊക്കെ വരും. ഇതെല്ലാം കൂടി വന്നിട്ട് ഒരു ടീച്ചറിന്റെ നേരെ ഇങ്ങനെ എന്താ പറയാ ആരോ വിടുന്ന പോലെ വിട്ടു കഴിഞ്ഞാൽ യാതൊരു ഫലം ഉണ്ടാവില്ല. ക്ലാസ് നടക്കില്ല, അതിന് ഉത്തരവും കിട്ടില്ല, രണ്ടും വെറുതെയാണ്. ആ 1 hour വേസ്റ്റ് ആകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ വെക്കാം. എന്നിട്ട് മിസ്സിനോട് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും നിങ്ങളുടെ ആ ഡൗട്ട് വരുന്ന സമയം നമുക്ക് അറിയില്ലല്ലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വരുന്ന ടീച്ചറിനോട് നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ടീച്ചറിന്റെ അടുത്ത് പറയാം. ആ ടീച്ചർ അന്നേരം എന്നെ ഇൻഫോം ചെയ്തോളും. സോ ഐ വിൽ കം ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് ശ്രമിക്കാം. അതൊരു കാര്യം. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ക്ലാസ്സസ് വിൽ ബി ഫ്രം മൺഡേ ടു ഫ്രൈഡേ. മൺഡേ മുതൽ ഫ്രൈഡേ എന്നാണ് കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ എന്നാണ്. നേരത്തെ ബാച്ചിനെ ഇതുപോലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊടുത്തപ്പോ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞു. മൺഡേ ക്ലാസ്സിൽ അല്ല, എനിക്ക് തോന്നുന്നു അന്നൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വെനസ്ഡേയിലായിരുന്നു.
വെനസ്ഡേയില് ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ പറഞ്ഞിട്ട് മൺഡേ ടു ഫ്രൈഡേ ആണ് നമുക്ക് ക്ലാസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആള് എന്താ പറയാ തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടായിരുന്നു. ഫ്രൈഡേ ക്ലാസ്സിന് കയറിയപ്പോ ഞാൻ ഇവിടെ കയറി ഇങ്ങനെ ഇരുന്നപ്പോ എന്നോട് പറയാം, ടീച്ചറല്ലേ പറഞ്ഞേ മൺഡേ ഫ്രൈഡേ ക്ലാസ് ഉണ്ട്, എന്നിട്ട് ഇന്നലെ തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന്. അതിപ്പോ ഞാൻ എന്ത് പറയാനാ അല്ലെ? അങ്ങനെയുള്ള കാര്യമൊന്നും വിചാരിക്കരുത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരെയാണ് നമുക്ക് ക്ലാസ്സസ് ഉണ്ടാക്കിയ 2 hours ക്ലാസ്സസ് ആണ്. ഇറ്റ് വിൽ ബി ഡിവൈഡഡ് എമംഗ് 2 ടീച്ചേഴ്സ്. 2 ടീച്ചേഴ്സ് ആയിരിക്കും 2 അവർ എന്ന് വെച്ചാൽ 1 അവർ ഒരാള്, അടുത്ത അവർ ഒരാൾ, അങ്ങനെ 2 മണിക്കൂറിന്റെ ക്ലാസ് ആയിരിക്കും. 1:30 to 2:30, 2:30 to 3:30 അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാക്കി 2 മണിക്കൂർ കേട്ടോ. അപ്പൊ 1:30 to 3:30 അവിടെ ഇരിക്കണം. എവിടെ ഇരിക്കണം? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. അത് വെച്ചിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോകരുത്. നമ്മൾ ഓൺലൈനായിട്ട് കാണുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുക. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർ വാച്ച് ഇറ്റ് ആഫ്റ്റർവേർഡ്സ്. അവരത് കണ്ടോളും. അവർക്ക് സെൻഡ് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതേ ക്ലാസ്സസ് ഇപ്പൊ നമ്മളിപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അത് നാളെ ഒരു 9:30 to 10:30 ബിറ്റ്വീനിൽ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങളുടെ ലിങ്കിലൂടെ വന്നിട്ടുണ്ടായിരിക്കും. യു ക്യാൻ വാച്ച് ഇറ്റ്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ എന്തെങ്കിലും സംശയത്തിനായിട്ടുണ്ടായിരുന്നു അത് അവിടെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് അവിടെ സെൻഡ് ചെയ്ത് ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. 2 മണിക്കൂർ ക്ലാസ്സസ് ആണ്. ആൻഡ് യുവർ സിലബസ്, നിങ്ങളുടെ സിലബസ് സെൻഡ് ചെയ്ത് കിട്ടിയോ? ഇല്ല. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് SSDയുടെ. അതിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 52 ചാപ്റ്റേഴ്സ്, 52 ചാപ്റ്ററുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 52 ചാപ്റ്ററിൽ 1 to 35, 35 ചാപ്റ്റർ വരെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1ഉം 2 മൊഡ്യൂളിൽ പെട്ടതാണ് 35 ചാപ്റ്റേഴ്സ്. ബാക്കി 17 എണ്ണം തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകളിലാണ്. ഓക്കെ, ഇങ്ങനെ മൊഡ്യൂൾ തിരിച്ചൊന്നും പഠിക്കണ്ട. നമ്മളിവിടെ മൊഡ്യൂൾ തിരിച്ച് ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന മൊഡ്യൂൾ ഏതാ, ആ മൊഡ്യൂള് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് തിരിച്ച് തന്നെയാണ് ടീച്ചേഴ്സ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നത്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ആ ക്ലാസ്സസ് കഴിയുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ there will be an exam. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ഓൺലൈൻ തന്നെയാണ് എക്സാം. ഔട്ട് ഓഫ് 60 മാർക്സ് ആണ്. 60 മാർക്കിൽ ഓൺലൈൻ ആയിരിക്കും എക്സാം ഉണ്ടാകുക. ആ ഓൺലൈൻ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മൊഡ്യൂൾസ് ആയിട്ടുള്ള തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് കഴിയുമ്പോഴും ഒരു എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാമും എത്രയിൽ തന്നെയാണ്? 60 തന്നെയാണ്, 60 തന്നെയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ 2 സെഷൻ ആയിട്ടാണ്, 2 സെം പോലെയാണ് നമ്മൾ ഈ 6 months കോഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആഫ്റ്റർ 3 months there will be an exam. 1 and 2 മൊഡ്യൂൾ ആയിരിക്കും, 35 ചാപ്റ്റേഴ്സ്. After that there will be third and fourth module ക്ലാസ് കഴിയും. ആൻഡ് ദെൻ അതിന്റെ എക്സാം. ഔട്ട് ഓഫ് 60 തന്നെയാണ് അതിന്റെ മാർക്ക്. ആൻഡ് ആഫ്റ്റർ ഓൾ ദീസ്, ഇതെല്ലാം കഴിഞ്ഞ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ there will be a final exam. Before that there will be a model exam which will be out of 100. അത് 100 മാർക്കിലായിരിക്കും. ഓക്കെ, 100 മാർക്കിലാണ് എല്ലാ മൊഡ്യൂൾസും കൂടി ചേർത്തിട്ടുള്ള എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് 100. അതിന്റെ ഒരു മോഡലും ഉണ്ടായിരിക്കും, ഫൈനൽ എക്സാം ഉണ്ടായിരിക്കും. ഓൾ ദ എക്സാംസ് വിൽ ബി കണ്ടക്ടഡ് ഓൺലൈൻ. ഓക്കെ, എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈനിലായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് കോപ്പി അടിക്കാൻ എളുപ്പമായി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അത് ഞങ്ങൾ സമ്മതിക്കില്ല. ആ കോപ്പി അടിക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ അടച്ചിട്ടായിരിക്കും ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കാം, എക്സാംസ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാനായിട്ട് വരുമ്പോൾ ആ ടീച്ചേഴ്സിന്റെ പേരിൽ ഓരോ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നോട്ട്സ് സെൻഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ട്സിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓരോരോ ചാപ്റ്റേഴ്സിന്റെ നോട്ടുകളായിട്ട് ഇങ്ങനെ പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കാം. അത് ഫോണിൽ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അത് വായിക്കാനും നമുക്ക് ഒത്തിരി നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്നിട്ട് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ നമ്മൾ കേടുവരുത്തി കഴിഞ്ഞാൽ ശരിയാകുമോ? അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ ലിങ്കിൽ വരുന്ന ചാപ്റ്റേഴ്സ് 35 എണ്ണത്തിന്റെ ഇപ്പൊ തരുള്ളൂ. 35 ചാപ്റ്റേഴ്സിന്റെ മൊഡ്യൂൾസ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ടീച്ചേഴ്സിന്റെ ഇപ്പൊ ആദ്യത്തെ ടീച്ചർ കയറുമ്പോൾ ആ ടീച്ചറിന്റെ ടോപ്പിക് അനുസരിച്ച് എന്ത് ചെയ്യാം, അതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കാം. ടീച്ചർ അത് ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ക്ലാസ്സസിന്റെ നോട്ട്സ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ PC-യില്, കമ്പ്യൂട്ടറിൽ. ഓക്കെ, അത് അവിടെ കാണാം. പക്ഷെ അവിടെ കണ്ട് ഞങ്ങൾ പഠിച്ചോളാം എന്നല്ല,
എന്താണ്. അപ്പൊ അതില് ഭേദം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് കീപ്പ് ചെയ്യാം. പിന്നെ ഓരോ ടീച്ചേഴ്സിന്റെ പേരിൽ ഒരു നോട്ട് കീപ്പ് ചെയ്യാം. അപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടേംസിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ടേം ഒക്കെ ഡിഫൈൻ ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രാ എക്സ്പ്ലനേഷൻസ് ടീച്ചർ തരും. അത് ക്ലാസ് ടൈമിലേ തരുള്ളൂ, ക്ലാസ്സിൽ തന്നെ ഡിക്റ്റേറ്റ് ചെയ്തേ തരുള്ളൂ. അതൊന്നും ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഓൺലി ദ നോട്ട്സ്, ഈ 35 ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് ക്ലിയർ ആയി കിട്ടണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. എക്സ്ട്രാ വേറെ ഒരു നോട്ടും ഇതുവഴി പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ആൻഡ് ഡെയിലി യു വിൽ ഹാവ് 5 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ ടീച്ചേഴ്സിന്റെയും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അവരെടുക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതും ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ എക്സാംസും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിലുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ഒരു ടീച്ചറിന്റെ, അടുത്ത ടീച്ചറിന്റെയും 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ഇൻ ടോട്ടൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം, ഗൂഗിളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആണോ, എത്ര കറക്റ്റ് ആയി, എന്തുകൊണ്ട് തെറ്റി, അത് റെഫർ ചെയ്യുക. എടുക്കുന്ന ഭാഗം റെഫർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് അത് അറ്റൻഡ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അല്ലാണ്ട് വേഗം തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടിയപാട് വേഗം തന്നെ ഉത്തരം എഴുതി നമ്മൾ തെറ്റായ ഓപ്ഷൻ സെലക്ട് ചെയ്തു സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 1 മാർക്കോ 2 മാർക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ എടുക്കുന്ന ടോപ്പിക് ഒന്ന് നന്നായിട്ട് 2 പ്രാവശ്യം വായിച്ചു നോക്കുക. ഒരു ലോഡൊന്നും എടുക്കാൻ പറ്റില്ല, 1-2 പേജസ് ആണ് ഒരു ടീച്ചർക്ക് ഒരു ദിവസം ചിലപ്പോൾ എടുക്കാൻ പറ്റുക. എക്സ്പ്ലനേഷനും അത് അത്രയും ഡീറ്റെയിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതനുസരിച്ച് നമ്മളുടെ ക്ലാസ്സുകൾ അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ ടീച്ചറിന്റെ പേരിൽ ഒരു ബുക്ക് അവിടെ കീപ്പ് ചെയ്തോ. അപ്പൊ ടീച്ചർ വരുന്ന എടുക്കുമ്പോൾ ആ ടോപ്പിക്കിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. അടുത്ത ടീച്ചർ വരുമ്പോൾ വേറെ ടീച്ചറിന് വേണ്ടിയിട്ട് ആ ബുക്ക്. ഓക്കെ, അല്ലാതെ നമ്മൾ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തരുന്നതല്ല. ബിക്കോസ് ഇതിങ്ങനെ ഒത്തിരി പേരുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താ പറയാ കേരളത്തിന്റെ മൊത്തം ഭാഗങ്ങളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്ത് അവിടെ എത്തിക്കുമ്പോഴേക്കും അതിന് ഒത്തിരി അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ് അതിനേക്കാൾ എളുപ്പം ഐ തിങ്ക് ഇതാണ് എളുപ്പം അല്ലെ. ഓരോ ചാപ്റ്റർ വൈസ് 1-2 ചാപ്റ്റർ വെച്ചൊക്കെ എടുത്താൽ മതി. 1-2 ചാപ്റ്റർ വെച്ചൊക്കെ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ പോയിട്ട് അതിന്റെയൊക്കെ ഒരു കോപ്പി എടുത്ത് വെക്കാം. അല്ലാതെ എല്ലാം കൂടി എടുക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാം കൂടി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വേണ്ട, 1-2-3 ചാപ്റ്റർ അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്റർ ആദ്യം എടുത്തു, അങ്ങനെ. ഓക്കെ, ഇനി മൊഡ്യൂൾസ് തിരിച്ചൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചാപ്റ്റർ 1 പേര് നോക്കിയാൽ മതി. 35 ചാപ്റ്റർ ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഉള്ളത്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ടീച്ചേഴ്സ് കവർ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിന്റെ എണ്ണം നോക്കാമല്ലോ, നമ്മൾ നോട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതാണ്. അപ്പൊ ഞാനും എടുക്കുന്നുണ്ട് എന്റെ പോർഷൻസ്. പോർഷൻസ് ഒക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ അത് വെച്ച് നോക്കുക. നമ്മൾ വരുന്ന ടീച്ചറിന്റെ ചാപ്റ്റേഴ്സ് ഹെഡിങ് എഴുതി, ടീച്ചറിന്റെ പേര് എഴുതി, ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾ ആ നോട്ടൊന്ന് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാംസും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് ഫൈനൽ എക്സാം ഒക്കെ കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിതിന് എന്താ പറയാ മോക്ക് ടെസ്റ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ടോ? പിന്നെ സബ്ജക്റ്റ് അല്ല, ഒരു ബുക്കാണത്. ആ ഒരു ബുക്കിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈ 4 മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു ബുക്കാണത്. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന അത് നിങ്ങളുടെ ഗുഡ് സ്പീക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ തരുന്ന ഒരു ഇതാണ്. നിങ്ങളുടെ ഇതിനകത്തുള്ളതല്ല, നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സിനകത്ത് ഉള്ളതല്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണെന്ന് ഓർക്കുക. ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന്റെ ഒക്കെ കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഇതിന്റെ സ്കോപ്പ് എന്നാ? ഹോസ്പിറ്റൽസിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് വളരെ ക്വാളിറ്റി സർവീസസ് ആണ്. മാത്രമല്ല ദേ ആർ അഡോപ്റ്റിംഗ് കോസ്റ്റ് ഇഫക്റ്റീവ് വേസ്, വളരെ ചെലവ് ചുരുങ്ങുന്ന രീതിയിലുള്ള എന്താ പറയാ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ പേഷ്യൻസിന് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എയിം. എന്താണെന്ന് ആരും ഇവിടെ നേരത്തെ ടൈപ്പ് ചെയ്ത് ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. ടീച്ചേഴ്സ് ഒരു 4+1 5 പേരുണ്ടായിരിക്കും. 5 ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഒക്കെ എന്താണ് കൊടുക്കുക. ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഫൈനൽ എക്സാമും ഓൺലൈൻ തന്നെയാണ്. ഇത്തരം കോഴ്സസിന്റെ ഒക്കെ എക്സാംസ് അങ്ങനെയൊക്കെയാണ് നടത്തുക. ഓക്കെ, എന്താണ് പിന്നെ എക്സാംസിന്റെ കാര്യവും പറഞ്ഞു, നമ്മള് ക്ലാസ്സസിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് തരും. സബ്ജക്റ്റ് ഇല്ല, സബ്ജക്ട് എന്ന് വെച്ചാൽ ഒരു ബുക്കാണ്. വീണ്ടും വീണ്ടും പറയട്ടെ, ഒരു ബുക്കാണ് നമുക്ക്. ആ ബുക്കിനെയാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ഇന്നത്തെ ചോദിച്ചത് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഈ കോഴ്സ് പഠിച്ച് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഇത്തരം ഹോസ്പിറ്റലിന്റെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ എന്താ പറയാ നമ്പേഴ്സ് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നമ്മളാണ് ഇതിനെയൊക്കെ സെർച്ച് ചെയ്ത് തരും. അതിനുള്ള ഒരു അസിസ്റ്റൻസ് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണ് കേട്ടോ. പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് ഇവിടെ നിന്ന് കൊടുക്കുന്നതായിരിക്കും എന്നാണ്. ഇംഗ്ലീഷ് എന്താ ചോദിച്ചത്? ഇംഗ്ലീഷ് ഓക്കെ. ഹലോ ടീച്ചർ, ഈ ടെക്സ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ പറയോ? ടെക്സ്റ്റ് ബുക്കിന് പകരമാണ് നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ആ നോട്ട്സ് സെൻഡ് ചെയ്യും. അപ്പൊ നോട്ട്സ് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളത് 1, 2, 3 ചാപ്റ്റേഴ്സ് വെച്ച് അല്ലെങ്കിൽ ഓരോ ടീച്ചേഴ്സ് വരുമ്പോൾ അവർ എടുക്കുന്ന ടോപ്പിക് എന്താണെന്ന് അവർ മെൻഷൻ ചെയ്യുമല്ലോ. അപ്പൊ ആ ടോപ്പിക് വൈസ് നിങ്ങളൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് കീപ്പ് ചെയ്യാം. ഇത് ഇത്രയും സ്ഥലങ്ങളിലായിരിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം തന്നെ എന്താ പറയാ നമ്മള് അവൈലബിൾ ആക്കുക എന്ന് പറയുന്നത് ഇത്തിരി കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ്. അപ്പൊ അതിനാണ് നമ്മൾ നോട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്ലാസ്സിൽ കയറുമ്പോൾ നോക്കാം. അതിനകത്ത് കേരളത്തിൽ ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പുറത്തൊക്കെ ഒത്തിരി ആളുകൾ ഇപ്പൊ നമ്മളുടെ കോഴ്സ് കുറച്ച് കഴിയുമ്പോ എന്താ പറയാ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന ബാച്ചസിലൊക്കെ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഇപ്പൊ നഴ്സിംഗ് ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാഡം ഒക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയൊക്കെ പറഞ്ഞത് കുറച്ചുകൂടി ഏജ്ഡ് ആണ്. അപ്പൊ മാഡം പറഞ്ഞത് ഇങ്ങനെയാണ്, പുറത്തൊക്കെ പോയിട്ട് ജോലിയൊക്കെ ചെയ്യാൻ, അതായത് ഇപ്പൊ പുറത്തൊക്കെ നമ്മളിപ്പോ മക്കളുടെ കൂടെയൊക്കെ അവരൊക്കെ പോകുമല്ലോ. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ വെറുതെ ഇരിക്കേണ്ടി വരില്ല. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നഴ്സിംഗ് ഹോംസ്, പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ആണ് എന്നാണ്. അപ്പൊ അങ്ങനെയാണ് പുള്ളിക്കാരി നമ്മളോട് ഷെയർ ചെയ്തത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ ടീച്ചർ, നമ്മുടെ ഫൈനൽ എക്സാം എപ്പോഴാ വരുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റിയില് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് നവംബറൊക്കെ ആകുമ്പോ എക്സാം ഉണ്ട്. 6 months കോഴ്സ് ആണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ 3 months കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം ഉണ്ടാവും. അപ്പൊ അതിനൊരു കുറച്ച് ഒരു 3-5 ദിവസമൊക്കെ സ്റ്റഡി ലീവ് തരും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ബാച്ച് 3rd and 4th കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ കുറച്ച് വീണ്ടും ഒരു സ്റ്റഡി ലീവും അത് കഴിഞ്ഞ് ക്ലാസ്സും. അപ്പൊ അങ്ങനെ ചിലപ്പോ ഒരു 7 months ഒക്കെ പിടിക്കും ഡ്യൂറേഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ആ സമയത്ത് അത്രയ്ക്ക് കമ്പൽസറി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ടൈം കൊടുക്കുന്നുണ്ട് അവര് എക്സാമിന് വേണ്ടി. അത്രയും ബുദ്ധിമുട്ട് മാത്രം കേട്ടോ. ഓക്കെ. പിന്നെ അപ്പൊ നിങ്ങള് എല്ലാവരും ഒരു നല്ല സംരംഭത്തിലേക്കാണ് കൈവച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ല രീതിയിൽ എന്താ പറയാ അറ്റൻഡ് ചെയ്യാനും ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താനും നിങ്ങളതൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും പറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും തരുന്നു. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. എല്ലാവരും നല്ല രീതിയിൽ ഇത് ഇപ്പൊ തൊട്ടടുത്ത അവറിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. ക്ലാസ്സിലേക്കാണ് നിങ്ങൾ കിടക്കാൻ പോണേ. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ടൈം ആണ്. മീൻസ് ഇപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ടോപ്പിക് വൈസ് ഉള്ള ക്ലാസ് ടീച്ചർ നമ്മളുടെ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസ് എടുക്കാനായിട്ട് ടീച്ചർ ഇപ്പൊ തന്നെ അടുത്ത അവറിൽ 2:30 ടീച്ചർ ജോയിൻ ചെയ്യും. സോ ഞാൻ പറയട്ടെ, നിങ്ങളെ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കണം. അൺമ്യൂട്ട് ചെയ്ത് ഇടയിൽ അൺമ്യൂട്ട് ചെയ്താൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ചിലര് മ്യൂട്ട് ചെയ്യില്ല, അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നോക്കിയിരിക്കും. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഏതൊക്കെ ഫീൽഡില് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതായത് ക്ലിനിക്കൽ ഫീൽഡ്, ഇൻഷുറൻസ് കമ്പനി, അത് പറഞ്ഞല്ലോ. അതൊരു 5-6 പറഞ്ഞായിരുന്നല്ലോ. അതൊന്നും കൂടി ഒന്ന് പറയാമോ? ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഹെൽത്ത് സർവീസസില്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്,
medical health facilities, international health care organizations, rehabilitation centers, and private nursing homes. ഒത്തിരി സാധ്യതകൾ നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മൾ എത്രത്തോളം വില്ലിങ് ആണോ, നമ്മുടെ മനസ്സ് എത്രത്തോളം ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വില്ലിങ് ആണോ, അത്രയും എന്താ പറയാ സൂണർ യു വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അത്രയും എളുപ്പം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നമ്മൾക്ക് അതിനുള്ള കഴിവും അതിനെല്ലാം നിങ്ങൾ എന്താ പറയാ ശരിയായ രൂപത്തിലേക്ക് പെടട്ടെ. അതിന് നിങ്ങളെ എല്ലാത്തിനും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ജോബ് മനസ്സിലായില്ല. എനിക്ക് ക്ലിയർ ആയില്ലല്ലോ എന്താ പറഞ്ഞത്. Okay, so all the best once again. Okay, so we will meet in the class next time. Till then, bye. ആരും പോകരുത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോ 2-3 മിനിറ്റ് പിടിക്കുള്ളൂ അടുത്ത ടീച്ചർ ഒന്ന് വരാനായിട്ട്. അതെല്ലോ ആണ്, തീർച്ചയായിട്ടും. നിങ്ങൾ ടീച്ചർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ മാം, ബൈ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. Thank you so much. ഹലോ, പേരോ? നിഷ. നിഷ എന്നാ എന്റെ പേര്? നിഷ. ഓക്കെ.